നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ജനഹൃദയങ്ങൾ കീഴടക്കി NGO യൂണിയൻ കലാജാഥയുടെ ഇടുക്കി ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി. 25-ന് കുമളിയിൽ ഉദ്ഘാടനം ചെയ്ത ജാഥ ജില്ലയിലെ 13 കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി തൊടുപുഴയിൽ സമാപിച്ചു. ആം ആദ്മി പാർട്ടി തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സപ്ലൈകോ സ്റ്റോറിന് മുമ്പിൽ സായാഹ്ന ധർണ നടത്തി. ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജേക്കബ് മാത്യു ധർണ ഉദ്ഘാടനം ചെയ്തു. മലയോര ജനതയുടെ ജീവിക്കുവാനുള്ള അവകാശങ്ങളിൽ കടന്നു കയറരുതെന്ന് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ. കോതമംഗലത്ത് നടന്ന ബഹുജന റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. യുവജനതയുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുന്നതിന് യൂത്ത് പാർലമെന്റ് പോലുള്ള പരിപാടികൾ വളരെ നല്ലതാണെന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. BJP വണ്ണപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമവും പ്രതിഭകളെ ആദരിക്കലും ആശയ സംവാദവും സംഘടിപ്പിച്ചു. കുടുംബ സംഗമം PC ജോർജ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ജനഹൃദയങ്ങൾ കീഴടക്കി NGO യൂണിയൻ കലാജാഥയുടെ ഇടുക്കി ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി. 25-ന് കുമളിയിൽ ഉദ്ഘാടനം ചെയ്ത ജാഥ ജില്ലയിലെ 13 കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി തൊടുപുഴയിൽ സമാപിച്ചു. തെരുവ് നാടകം, സംഗീത ശില്പം, പാട്ടുകൾ ഉൾപ്പെടെയുള്ള പരിപാടികളാണ് നടത്തിയത്. അവതരണ ഗാനവും കേരളത്തിന്റെ പോരാട്ട ചരിത്രവും മതേതര പാരമ്പര്യവും വർഗീയ ചിന്തകളെ ചെറുക്കാനുള്ള സന്ദേശം ഉൾക്കൊള്ളുന്ന സംഗീത ശില്പവും ഏറെ ശ്രദ്ധ നേടി. നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന മുദ്രാവാക്യമുയർത്തി NGO യൂണിയൻ കനൽ കലാവേദിയുടെ കലാജാഥയുടെ ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി. 25-ന് കുമളിയിൽ ഉദ്ഘാടനം ചെയ്ത ജാഥ ജില്ലയിലെ 13 കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി തൊടുപുഴയിൽ സമാപിച്ചു. തെരുവു നാടകം, സംഗീത ശില്പം, പാട്ടുകൾ ഉൾപ്പെടെയുള്ള പരിപാടികളാണ് അരങ്ങേറിയത്. വർത്തമാനകാല സാമൂഹ്യ വ്യവസ്ഥിതികളോട് കലഹിച്ചും പുരോഗമന സമൂഹത്തിന്റെ പ്രതികരണങ്ങൾ ശക്തമായി അവതരിപ്പിച്ചും NGO യൂണിയൻ സംഘടിപ്പിച്ച കലാജാഥ ജനഹൃദയങ്ങൾ കീഴടക്കി. എന്തുകൊണ്ടാണ് കേരള NGO യൂണിയൻ ഇങ്ങനെ ഒരു ജാഥ സംഘടിപ്പിക്കുന്നത്? കേരള NGO യൂണിയൻ ഈ സമൂഹത്തിന്റെ പരിച്ഛേദനയാണ് എന്നുള്ളതാണ്. ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റ് എടുക്കുന്ന നയങ്ങൾ, ആ നയങ്ങൾ ഈ രാജ്യത്തിന്റെ കർഷകനും തൊഴിലാളി വർഗത്തിനും വിദ്യാർത്ഥികൾക്കും ഒക്കെ എതിരാണ് എന്നുള്ളത് കൊണ്ട് രാജ്യത്തിന്റെ ഭരണഘടനയെ അട്ടിമറിക്കപ്പെടുക. വാമൊഴിയായും വരമൊഴിയായും ആരോ പറഞ്ഞു കേട്ടത് മർദ്ദിതന്റെയും ചൂഷകന്റെയും ചൂഷിതന്റെയും അവരെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മനുസ്മൃതി, ഭരണഘടനയെ മാറ്റി മനുസ്മൃതിയെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ ശക്തികൾ നേതൃത്വം കൊടുക്കുന്ന BJP ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ഇന്ത്യ മഹാരാജ്യത്തിൽ ഗവൺമെന്റിന്റെ ഭരണം കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ആളുകൾ അസ്വസ്ഥരാണ്. ഒരുമയുടെയും പ്രതിരോധത്തിന്റെയും പ്രതീക്ഷയുടെയും സന്ദേശം പങ്കുവയ്ക്കുന്ന അവതരണ ഗാനവും കേരളത്തിന്റെ പോരാട്ട ചരിത്രവും മതേതര പാരമ്പര്യവും വർഗീയ ചിന്തകളെ ചെറുക്കാനുള്ള സന്ദേശവും ഉൾക്കൊള്ളുന്ന സംഗീത ശില്പവും ഏറെ ശ്രദ്ധ നേടി. കേന്ദ്ര സർക്കാരിന്റെ വർഗീയ കോർപ്പറേറ്റ് പ്രീണനവും ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. PC സിനി, നീന ഭാസ്കരൻ, NS ശശികല, PR രാജീവ്, S രഞ്ജിത്ത്, ദീപു സെബാസ്റ്റ്യൻ, പ്രസന്ന ജേക്കബ്, കിരൺ കുമാർ, ജീവൻ ജേക്കബ്, ഗിരീഷ് ഗോപി തുടങ്ങിയ കലാകാരന്മാരാണ് അണിനിരുന്നത്. രാജപ്പൻ ഉടുമന്നൂർ സംവിധാനം ചെയ്ത കലാജാഥയുടെ പര്യടനത്തിന് കനൽ കലാവേദി കൺവീനർ സജിമോൻ T മാത്യു നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തടിയമ്പാട് പാലത്തിന്റെ നിർമ്മാണ അനുമതിക്ക് തടസ്സം നിൽക്കുന്ന നടപടികളിൽ നിന്ന് LDF പിന്മാറണമെന്നും പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാർച്ച് 2 ശനി 4 മണിക്ക് തടിയമ്പാട് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്നും UDF നേതാക്കൾ ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സെൻട്രൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്രാനുമതി കിട്ടിയ തടിയമ്പാട് പാലത്തിന്റെ ഫയലിൽ ധനകാര്യമന്ത്രി ഒപ്പിടാത്തതുകൊണ്ട് പാലം നഷ്ടപ്പെടുന്ന സാഹചര്യമാണെന്ന് UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. വാഴത്തോപ്പ്, മരിയാപുരം പഞ്ചായത്തുകളിലെ ജനങ്ങളുടെ നിരന്തര അഭ്യർത്ഥനയെ തുടർന്നാണ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP CRIF സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാഴത്തോപ്പ്, മരിയാപുരം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം നിർമ്മിക്കണമെന്ന ആവശ്യം നാഷണൽ ഹൈവേ ചീഫ് എഞ്ചിനീയർ മുഖേന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യമുന്നയിച്ചത്. സർക്കാർ 32 കോടി രൂപ ചെലവഴിച്ച്
വാഴത്തോപ്പ് മരിയാപുരം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ത്വരിതഗതിയിൽ നടന്നു വരികയായി. അതുമായി ബന്ധപ്പെട്ട ആവശ്യമുന്നയിച്ചുകൊണ്ട് വാഴത്തോപ്പിലെയും മരിയാപുരത്തെയും ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ബഹുമാന്യനായ MP ഡീൻ കുര്യാക്കോസിനോട് നടത്തിയ നിരന്തരമായ അഭ്യർത്ഥനയാണ് ഇത്തരമൊരു പാലത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നിട്ടിറങ്ങുവാൻ തന്നെ കാരണം. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയും ഡീൻ കുര്യാക്കോസ് MPയും നേരിട്ട് ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം 32 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്നതിന് അനുമതി നൽകി. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാലത്തിന്റെ ഫയൽ ധനകാര്യമന്ത്രി ഒപ്പിടാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് UDF നേതാക്കൾ ആരോപിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ട് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് പുതിയ പാലം ഇല്ലാതാക്കാനുള്ള CPMന്റെ ഗൂഢനീക്കത്തിനെതിരെ മാർച്ച് 2 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് തടിയമ്പാട് ജനകീയ പ്രതിഷേധ കൂട്ടായ്മ നടത്തുമെന്ന് UDF നേതാക്കളായ AP ഉസ്മാൻ, വർഗീസ് വെട്ടിയാങ്കൽ, PD ജോസഫ്, ജോബി തയ്യൽ, ആൻസി തോമസ്, സെലിൻ വിൻസെന്റ്, ടിൻഡു സുഭാഷ് എന്നിവർ ചെറുതോണിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ആം ആദ്മി പാർട്ടി തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സപ്ലൈകോ സ്റ്റോറിന് മുന്നിൽ സായാഹ്ന ധർണ നടത്തി. ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജേക്കബ് മാത്യു ധർണ ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രവർത്തകർ പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തു. അവശ്യ സാധനങ്ങളുടെ വില വർധനവ് പിൻവലിക്കുക, ക്ഷേമ പെൻഷൻ നൽകുക, RTO സേവനങ്ങൾ പുനരാരംഭിക്കുക, രൂക്ഷമായ വന്യജീവി ആക്രമണം ഇല്ലാതാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ആം ആദ്മി പാർട്ടി തൊടുപുഴ സപ്ലൈകോ സ്റ്റോറിന് മുമ്പിൽ സായാഹ്ന ധർണ നടത്തിയത്. ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജേക്കബ് മാത്യു ധർണ ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് അവർക്ക് ആർഭാടമായ ജീവിതം നയിക്കണം, അല്ലെങ്കിൽ അവരുടെ പാർട്ടി വളർത്തണം, സ്വന്തക്കാരെയും ബന്ധുക്കാരെയും മക്കളെയും എല്ലാം ഓരോ സ്ഥാനങ്ങളിൽ തിരികെ കയറ്റണം, ബിസിനസ് നടത്തണം, കമ്മീഷൻ വാങ്ങണം, ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ സാധാരണക്കാരന് ഏത് രീതിയിലായാലും അവരെ സംബന്ധിച്ച് അവർക്കൊരു വിഷയമേ അല്ല. ഇപ്പം വന്യമൃഗത്തിൻ്റെ ആക്രമണം നടക്കുന്നു, എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ വനം വകുപ്പിൻ്റെ നിയമങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്താനായിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് തയ്യാറാകുന്നുണ്ടോ? ഇല്ല. സാധാരണക്കാരന്റെ ജീവൻ ബലി കൊടുക്കുകയാണ്. ജില്ലാ നിയോജക മണ്ഡലം ഭാരവാഹികളായ റോയി പ്ലാത്തോട്ടം, അഡ്വക്കേറ്റ് ബേസിൽ ജോൺ, ജേക്കബ് ജോസഫ്, അഭിലാഷ് ബഷീർ, ഔസേപ്പച്ചൻ പഴയടം, ജാസിൽ ഫിലിപ്പ്, സാലിക്കുട്ടി ജോസ്, മായ ബാബു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ. മലയോര ജനതയുടെ ജീവിക്കാനുള്ള അവകാശങ്ങളിൽ കടന്നു കയറരുതെന്ന് കോതമംഗലം ബിഷപ്പ്മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ. കോതമംഗലത്ത് നടന്ന ബഹുജന റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. KSRTC ബസ് സ്റ്റാൻഡിന് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി കോതമംഗലം DFO ഓഫീസിന് സമീപം സമാപിച്ചു. മനുഷ്യാവകാശ റാലിയിൽ ആയിരങ്ങൾ അണിനിരന്നു. കാട് വന്യജീവികൾക്കും നാട് മനുഷ്യനുമെന്ന ആപ്തവാക്യം ഉയർത്തി കോതമംഗലത്ത് ബഹുജന റാലി നടത്തി. കോതമംഗലം രൂപത അധ്യക്ഷന്മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പ്രസംഗിച്ചു. മലയോര ജനതയുടെ ജീവിക്കാനുള്ള അവകാശങ്ങളിൽ കടന്നു കയറരുതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു സംസ്ഥാനം അവിടെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, അവർക്ക് വെടിവെക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മൃഗങ്ങളെ, അല്ലെങ്കിൽ അത് ചെയ്യിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കുകയാണ്. ഈ അവസ്ഥ അധികം നാൾ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമ്മൾ കബളിപ്പിക്കപ്പെടരുത്. ഈ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റും ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം. അതിനുള്ള സാഹചര്യം ഉളവാകണം. ഓരോ വർഷവും വന്യജീവികളുടെ ആക്രമണത്തിൽ മരണപ്പെടുകയും പരിക്കേൽക്കുകയും കൃഷിനാശം സംഭവിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. കൂടുതൽ ജനവാസ മേഖലകളിലേക്ക് വന്യജീവികൾ എത്തുന്നു. ഇത് തടയുന്നതിൽ വനം വകുപ്പും ഭരണകൂടവും പരാജയപ്പെടുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച റാലി കോതമംഗലം DFO ഓഫീസിന് സമീപം സമാപിച്ചു. വന്യജീവി ശല്യത്തിന് പരിഹാരം തേടിയുള്ള മനുഷ്യാവകാശ റാലിയിൽ ആയിരങ്ങളാണ് അണിനിരന്നത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കേരള പുലിയർ മഹാസഭ കാഞ്ഞാർ ശാഖ വാർഷിക സമ്മേളനം നടത്തി. യൂണിയൻ സെക്രട്ടറി സുരേഷ് കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ പങ്കാളികളായി. ശാഖാ പ്രസിഡന്റ് അഖിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ഉണ്ടായിരുന്നു. യോഗത്തിൽ സംഘടനയുടെ വരവ് ചെലവ് കണക്കും റിപ്പോർട്ടും അവതരിപ്പിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി കാഞ്ഞാർ ടൗണിൽ സംഘടിപ്പിച്ച പ്രകടനത്തിൽ 100 കണക്കിന് പ്രവർത്തകരാണ് അണിനിരന്നത്. കേരള പുലിയർ മഹാസഭ കാഞ്ഞാർ ശാഖാ വാർഷിക സമ്മേളനം കാഞ്ഞാർ റെസിഡൻസി തിയേറ്ററിൽ വെച്ച് നടന്നു. ശാഖാ പ്രസിഡന്റ് അഖിൽ അധ്യക്ഷനായി. യൂണിയൻ സെക്രട്ടറി സുരേഷ് കണ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ലക്ഷക്കണക്കിന് മെമ്പർമാരുള്ള കേരളത്തിലെ അറിയപ്പെടുന്ന പട്ടികജാതി സംഘടനയാണ് KPMS. അതിന്റെ വിശ്വരൂപം കാണിക്കേണ്ടി വന്നാൽ അത് കാണിക്കുക തന്നെ ചെയ്യും. അത് കാഞ്ഞാറിലാണെങ്കിൽ 1000-കണക്കിന് 10,000-കണക്കിന് പുലിയരെ കാഞ്ഞാറിലേക്ക് കൊണ്ടുവന്നിട്ടാണെങ്കിലും ശരി, നമ്മൾ പറഞ്ഞ എടുത്തു വരുന്ന ആളുകളുണ്ട് സംഘടനയ്ക്ക്, അവരെ ഇറക്കിക്കൊണ്ടാണെങ്കിലും ഈ ശക്തമായ പ്രതിഷേധം ഉയർത്തും എന്ന കാര്യം കൂടി ഈ വേളയിൽ പറയുകയാണ്. സെക്രട്ടറി സജിത മനു റിപ്പോർട്ടും ഖജാൻജി ശോഭന തങ്കച്ചൻ കണക്കും അവതരിപ്പിച്ചു.
യൂണിയൻ പ്രസിഡന്റ് എം കെ പരമേശ്വരൻ, സംസ്ഥാന കമ്മിറ്റി അംഗം അച്ചാമ്മ കൃഷ്ണൻ, യൂണിയൻ വൈസ് പ്രസിഡന്റ് പി ഒ കുഞ്ഞപ്പൻ, അസിസ്റ്റന്റ് സെക്രട്ടറി അനീഷ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം വത്സ മോഹൻ, യൂണിയൻ കമ്മിറ്റി അംഗം സുഗു ടി.സി, എം കെ സോമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി കാഞ്ഞാർ ടൗണിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്ന പ്രകടനം നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞാർ. യുവജനതയുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുന്നതിന് യൂത്ത് പാർലമെന്റ് പോലുള്ള പരിപാടികൾ വളരെ നല്ലതാണെന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് അൽ-അസർ എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് ഓഡിറ്റോറിയത്തിൽ നടത്തിയ അയൽപക്ക യൂത്ത് പാർലമെന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ നെഹ്റു യുവകേന്ദ്ര, അൽ-അസർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, അൽ-അസർ പോളിടെക്നിക് കോളേജ്, ജില്ലാ യൂത്ത് ക്ലബ് എന്നിവയുടെ സഹകരണത്തോടെ അൽ-അസർ എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് ഓഡിറ്റോറിയത്തിൽ വെച്ച് അയൽപക്ക യൂത്ത് പാർലമെന്റ് സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു. യുവജനതയുടെ ആത്മവിശ്വാസവും കാര്യശേഷിയും വർദ്ധിപ്പിക്കുന്നതിന് യൂത്ത് പാർലമെന്റ് പോലുള്ള പരിപാടികൾ ഏറെ സഹായകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് നമ്മൾ ഇന്ന് കൈവരിച്ച നേട്ടങ്ങൾ ഇതേ നിലയിൽ നമുക്ക് വളർത്തിയെടുക്കാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കുന്നില്ല. നേട്ടങ്ങൾ ഉണ്ടാകുമായിരിക്കും, പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ സർവ്വ സ്വാതന്ത്ര്യത്തോടു കൂടി അതെല്ലാം സ്വായത്തമാക്കാം എന്ന് വിചാരിക്കാൻ അത്ര എളുപ്പമല്ല. ഇപ്പോൾ ഭരണഘടന സംരക്ഷിക്കപ്പെടുകയും നമ്മുടെ നാടിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങൾ നിലനിർത്തപ്പെടുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇതിനെല്ലാം ഉപരിയായി ചെറുപ്പക്കാർ കാതലായ വിഷയങ്ങളിൽ ഇടപെടേണ്ടതും അനിവാര്യമാണ്. കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് അധ്യക്ഷത വഹിച്ചു. അൽ-അസർ വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ KM മിജാസ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രമുഖ കരിയർ പരിശീലകരായ അഭിലാഷ് ജോസഫ്, കൃഷ്ണരാജ് എന്നിവർ പരിശീലന ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. വിവിധ കോളേജുകളിൽ നിന്നായി 350ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വാർഡ് മെമ്പർ ലൈല കരീം, പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഖാലിദ് KA, എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ DF മെൽവിൻ ജോസ് എന്നിവർ ആശംസകൾ നേർന്നു. ജില്ലാ യൂത്ത് ക്ലബ് സെക്രട്ടറി N രവീന്ദ്രൻ സ്വാഗതവും നെഹ്റു യുവകേന്ദ്ര പ്രോഗ്രാം അസിസ്റ്റന്റ് O നന്ദകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കരിമണ്ണൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ നടന്നുവന്ന 40 മണി ആരാധന സമാപിച്ചു. സമാപന ദിവസം കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. കരിമണ്ണൂർ ഇടവകയിൽ നിന്നുള്ള വൈദികർ സഹകാർമ്മികരായിരുന്നു. ദിവ്യകാരുണ്യ പ്രദർശനവും നടന്നു. 40 മണി ആരാധന, പ്ലാറ്റിനം ജൂബിലി സ്മാരക ഭവനങ്ങളുടെ താക്കോൽ ദാനം ബിഷപ്പ് നിർവഹിച്ചു. പുതിയതായി പണിയുന്ന ഭവനങ്ങളുടെ അടിസ്ഥാന ശിലാവെഞ്ചരിപ്പും ബിഷപ്പ് നിർവഹിച്ചു. വികാരി ഫാദർ സ്റ്റാൻലി പുൽപ്പറയിൽ, സഹവികാരി ഫാദർ ജോസഫ് വടക്കെടുത്ത്, കൈക്കാരന്മാരായ ചെറിയാൻ വെളിയത്ത്, ജനീഷ് പട്ടേരിപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മുടെ രൂപതയിൽ അധിക സ്ഥലങ്ങളിൽ ഇപ്പോഴിതില്ല. കോതമംഗലത്തും വാഴക്കുളം ആശ്രമത്തിലും കരിമണ്ണൂരും മാത്രമേ ഇപ്പോൾ അൽപ്പണി ആരാധന നമ്മുടെ രൂപതയിൽ നടത്തുന്നുള്ളൂ. ഈ പ്രദേശത്തിന് ഏറെ അനുഗ്രഹം ലഭിക്കുന്ന ഒരു അവസരമാണിത്. അതുകൊണ്ടാണ് ഈ 2 ദിവസങ്ങൾ 3 ദിവസങ്ങളായിട്ട് പലരും പലപ്പോഴും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അവൻ്റെ അടുത്ത് ആയിരിക്കുകയും ചെയ്തത്. ഇന്നത്തെ സുവിശേഷത്തിൽ വായിച്ചു കേട്ടൊരു ഭാഗം ജനങ്ങളെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയിലില്ലാത്ത ആളുകളെ പോലെ പരിഭ്രാന്തരും ദുഃഖിതരുമായിരുന്നു. ഈ കാര്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ കോതമംഗലത്ത് ഒരു മനുഷ്യാവകാശ സംരക്ഷണ റാലി നടത്തി. 14,000 ആളുകൾ പങ്കെടുത്തു. ഇവിടെ നിന്നും ധാരാളം പേരുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ ചിന്തിച്ചതാണ്, ഈ ജനം എന്തുകൊണ്ട് ഇത്രയും പേരവിടെ വന്നു? ജനങ്ങൾ ഇന്ന് പരിഭ്രാന്തരും ഭീതിയിൽ കഴിയുന്നവരും പലരും നിരാശരുമാണ്.
എന്തുകൊണ്ടാണ് ഇപ്രകാരം ജനങ്ങൾ 3 ദിവസത്തെ ഒരുക്കമേ ഉണ്ടായിരുന്നത്? 10,000-ഓളം ആളുകളോട് ഒരുമിച്ച് കൂടി. ഈ ജനങ്ങളെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ്, അവർ ഇടയില്ലാത്ത ആളുകളെ പോലെ പരിഭ്രാന്തരായി നടക്കുകയാണ്. പക്ഷേ അവർക്കിടയിലുണ്ട് ദൈവം, അവർക്കിടയിലായിട്ടുണ്ട്. ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈശോയുടെ സാന്നിധ്യം നമുക്ക് പ്രത്യാശ നൽകുന്നതാണ്, സന്തോഷം നൽകുന്നതാണ്, സമാധാനം. BJP വണ്ണപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമവും പ്രതിഭകളെ ആദരിക്കലും ആശയ സംവാദവും സംഘടിപ്പിച്ചു. BJP വണ്ണപ്പുറം പ്രസിഡന്റ് KK അജിത് കുമാർ അധ്യക്ഷനായി. വണ്ണപ്പുറം അറ്റ്ലാന്റ ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബ സംഗമം PC ജോർജ് ഉദ്ഘാടനം ചെയ്തു. BJP വണ്ണപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും പ്രതിഭകളെ ആദരിക്കലും ആശയ സംവാദവും സംഘടിപ്പിച്ചു. BJP വണ്ണപ്പുറം പ്രസിഡന്റ് KK അജിത് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കുടുംബസംഗമം PC ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരികയാണ്. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നല്ലവരായി നിങ്ങൾ ആത്മാർത്ഥമായി ഇറങ്ങിത്തിരിക്കണം, വോട്ടുകൾ സമാഹരിക്കണം എന്ന് അപേക്ഷിച്ചു. ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നോട് പറയേണ്ടതായിട്ടില്ല. BJP സാധാരണ മത്സര രംഗത്ത് നിൽക്കുന്നത് മത്സരിക്കാൻ വേണ്ടി മാത്രമാണ്, ജയിക്കാൻ വേണ്ടി ആയിരുന്നില്ല. വളരെ ചുരുക്കമാണ് ജയിക്കാൻ വേണ്ടി. എന്നാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ BJP മത്സരിക്കുന്നത് വിജയിക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു സംശയമില്ല, വിജയിക്കാൻ വേണ്ടിയാണ് മത്സരം. അതുകൊണ്ട് നിങ്ങളുടെ ജോലി വളരെ 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 വിലപ്പെട്ട. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, BJPയുടെ ബഹുമാനപ്പെട്ട നേതാവ്, അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുന്ന മഹത്തായ നേട്ടങ്ങൾ, ഇന്ത്യയുടെ ഭാരതത്തിന്റെ നേട്ടങ്ങൾ, ആ നേട്ടങ്ങളുടെ അംശം പറ്റുന്നവരാണ് മലയാളികളും എന്ന വസ്തുത ഒളിച്ചു വെച്ചുകൊണ്ട് ഒരുപറ്റം കസ്റ്റമർമാർ പോകുമ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന BJPയുടെ സംഭാവനകൾ ഈ കേരള സംസ്ഥാനത്ത് എന്താണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ചുമതലയും ഈ പാർട്ടിയുടെ നല്ലതായ നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് എനിക്ക് അഭ്യർത്ഥിക്കുന്നു. വണ്ണപ്പുറം പഞ്ചായത്തിലെ 18 ബൂത്തുകളിലെ അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും പാർട്ടിയിലേക്ക് പുതുതായി ചേർന്നവരും സംഗമത്തിൽ പങ്കെടുത്തു. BJP വണ്ണപ്പുറം പ്രസിഡന്റ് KK അജിത് കുമാർ, AN ഹരി, KS സജി, അഡ്വക്കേറ്റ് G സുരേഷ് കുമാർ, C സന്തോഷ് കുമാർ, ശ്യാംരാജ്, ബിനു ജെ കൈമൾ, VN സുരേഷ്, മനീഷ് വാഗുമല, P രാജൻ, B വിജയകുമാർ, NK അബു, വിഷ്ണു പുതിയടത്ത്, രാജേഷ് കല്ലേപ്പള്ളിൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളായ ബേസിൽ ബെന്നി, PV ബേബി വൈദ്യൻ, ഡോക്ടർ KU ചാക്കോ കരിന്തോളിൽ, ജിമ്മി കാഞ്ഞിരത്തിങ്കൽ, ബെന്നി താനിക്കൽ, MT ജോണി, ജിവാനി സുനിൽ, ലിറ്റി ജെയിംസ്, സുധീർ വണ്ണപ്പുറം, രാമചന്ദ്രൻ ശാന്തി, KR ഷിബു കാഞ്ഞിരക്കോട്ട്, വൈഗ അനീഷ്, അമൽ അരുൺ, ഐശ്വര്യ ബാബു, ഡോക്ടർ ജ്യോതിലക്ഷ്മി, കീർത്തന മുരളീധരൻ എന്നിവരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. നാടൻ പച്ചക്കറികളും അച്ചാറ്, നെയ്, തേൻ, പലഹാരങ്ങൾ എന്നിവയുമായി ഹൈറേഞ്ച് വെജിറ്റബിൾസ് പ്രവർത്തനം തുടങ്ങി. തൊടുപുഴ കാഞ്ഞിരമറ്റം റൂട്ടിൽ മാരിയിൽ ലോഡ്ജിന് മുൻവശത്ത് ഓട്ടോമൊബൈൽസ് അസോസിയേഷന്റെ ബിൽഡിംഗിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. നാടൻ ചീര, പയർ, വെണ്ട, പച്ചമുളക് തുടങ്ങി എല്ലാവിധ പച്ചക്കറികൾക്കും പുറമെ വിവിധയിനം അച്ചാറുകൾ, ഹോം മെയ്ഡ് പലഹാരങ്ങൾ, ബേക്കറി ഐറ്റംസ് ഉൾപ്പെടെയുള്ളവ ഹൈറേഞ്ച് വെജിറ്റബിൾസിൽ ലഭിക്കും. അച്ചാറുകളുണ്ട്. ഇതൊക്കെ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന അച്ചാറുകളാണ്. ചായപ്പൊടി മൂന്നാറിൻ്റെയാണ്. അതുപോലെ ചോക്ലേറ്റ്, ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഉണ്ട്, തേനുണ്ട്, നാടനായിട്ടുള്ള മഞ്ഞൾപ്പൊടിയുണ്ട്, സ്പൈസസ് ഉണ്ട്. ഇങ്ങനെ നല്ല സാധനങ്ങൾ ആൾക്കാർക്ക് കൊടുക്കാനും അതുപോലെ വീടുകളിൽ കിട്ടുന്ന പച്ചക്കറികൾ നമുക്ക് ഇങ്ങോട്ട് തരാനും മേടിക്കാനും വാങ്ങിക്കാനും ഉള്ള സ്ഥലമായിട്ടാണ് നമ്മൾ നോക്കുന്നത്.
നാടൻ പച്ചക്കറികൾക്കൊപ്പം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. സമീപ പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളിൽ നിന്നുള്ള പച്ചക്കറികൾ കർഷകരിൽ നിന്നും നേരിട്ട് വാങ്ങിയും ഉപഭോക്താക്കൾക്ക് കൈമാറും. നമ്മൾ ഈ പച്ചക്കറികളെല്ലാം നാടനായിട്ട് നല്ല പച്ചക്കറികൾ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മൂന്നാറിലുള്ള വീടുകളിൽ കൃഷി ചെയ്യുന്ന സാധനങ്ങളാണ്. ഗ്രീൻ പീസ് ഉണ്ട്, അതുപോലെ തന്നെ ബീൻസ് ഉണ്ട്, നാരങ്ങയുണ്ട്, പിന്നെ ബ്രൊക്കോളി ഉണ്ട്, ഐസ്ബർഗ് ഉണ്ട്, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, കിഴങ്ങ്, ഇങ്ങനെയുള്ള എല്ലാ പച്ചക്കറികളും ഉണ്ട്. എല്ലാവരുടെയും സഹകരണം പ്രാർത്ഥനയും കൂടി ഞങ്ങൾക്ക് വേണം. തൊടുപുഴ കാഞ്ഞിരപ്പറ്റ റൂട്ടിൽ മാരിയൽ ലോഡ്ജിന്റെ മുൻവശത്ത് ഓട്ടോമൊബൈൽസ് അസോസിയേഷന്റെ ബിൽഡിംഗിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ പാല റോഡിൽ മണക്കാട് ജംഗ്ഷനിലുള്ള ജെമിനി ബിൽഡിംഗ്സിൽ ഡ്രിങ്ക്സ് ബേക്കറി പ്രവർത്തനം തുടങ്ങി. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. കേരള ഹോട്ടൽ ആൻഡ് ഫുഡ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് MN ബാബു ആദ്യ വിൽപ്പന നടത്തി. എല്ലാ ദിവസവും രാത്രി 1 മണി വരെ ബേക്കറി തുറന്ന് പ്രവർത്തിക്കുന്നതാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ചടങ്ങിൽ നിരവധി പ്രമുഖ വ്യക്തികൾ സന്നിഹിതരായിരുന്നു. ജിസ് ബേക്കറിയുടെ സഹോദര സ്ഥാപനമായ ഡ്രിങ്ക്സ് ബേക്കറി തൊടുപുഴ പാല റോഡിൽ മണക്കാട് ജംഗ്ഷനിലുള്ള ജെമിനി ബിൽഡിംഗ്സിൽ പ്രവർത്തനം ആരംഭിച്ചു. KHFA പ്രസിഡന്റ് MN ബാബു ആദ്യ വിൽപ്പന നടത്തി. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജീവ് പുരുഷോത്തമന്റെയും സാമൂഹിക വ്യാപാര മേഖലയിലെ പ്രമുഖ വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ ദിവസവും വെളുപ്പിന് 1 മണി വരെ ബേക്കറി തുറന്ന് പ്രവർത്തിക്കുന്നതാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു.
ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്നും വിരമിച്ച പോസ്റ്റ് മാസ്റ്റർ ഗിരിജയ്ക്ക് സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകി. ഹെഡ് പോസ്റ്റ് ഓഫീസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ഉൾപ്പെടെ നിരവധി ആളുകൾ ആശംസകൾ നേർന്നു. തൊടുപുഴ പോസ്റ്റ് ഓഫീസിൽ നിന്നും വിരമിക്കുന്ന ഹെഡ് പോസ്റ്റ് മാസ്റ്റർ ഗിരിജ ORന് പോസ്റ്റൽ റിക്രിയേഷൻ ക്ലബ് തൊടുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ഇടുക്കി ജില്ലാ പോസ്റ്റൽ സൂപ്രണ്ട് ഫയാസ് എ ഉദ്ഘാടനം നിർവഹിച്ചു. ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അത് 100% നടത്തിയെടുക്കാൻ മാഡത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാ കാലഘട്ടത്തിലും ഒരു ശ്രമം ഉണ്ടാകാറുണ്ട്. അത് കൂടെയുള്ള ഓരോ ജീവനക്കാരനെയും മോട്ടിവേറ്റ് ചെയ്യാൻ എങ്ങനെയെങ്കിലും നമ്മുടെ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം എത്തിക്കണം എന്ന ഒരു മാഡത്തിന്റെ നിശ്ചയദാർഢ്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് എല്ലാവരും ഉള്ളൊരു കാര്യമല്ല. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ വർക്ക് ചെയ്ത് മുമ്പോട്ട് പോയാൽ മതി എന്നൊരു ആറ്റിറ്റ്യൂഡാണ് കൂടുതൽ ആളുകളും സാധാരണയാണ്. പക്ഷേ മാഡത്തിന്റെ കാര്യത്തിൽ അതൊന്നും ശരിയായ ഒരു കാര്യമാണ്. മാഡം ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ അത് 101% അതിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. അത് ഇവിടെ പറയാതിരിക്കാൻ പറ്റാത്ത കാര്യം. അസിസ്റ്റന്റ് സൂപ്രണ്ടുമാരായ രശ്മി ആർ, ജോർജ് എജെ, തൊടുപുഴ പോസ്റ്റൽ ഇൻസ്പെക്ടർ സന്തോഷ് ജേക്കബ്, ഡെപ്യൂട്ടി പോസ്റ്റ് മാസ്റ്റർ N ഹരികുമാർ, ജോർജ് കുട്ടി ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള NGO യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കലാജാഥയ്ക്ക് അടിമാലിയിൽ സ്വീകരണം നൽകി. തെരുവ് നാടകം, സംഗീത ശില്പം, സ്കിറ്റ് എന്നിവയാണ് കലാജാഥയിലൂടെ അവതരിപ്പിക്കുന്നത്. അടിമാലി ഹിൽഫോർട്ട് ജംഗ്ഷനിലായിരുന്നു സ്വീകരണമൊരുക്കിയത്. നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു കേരള NGO യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലാജാഥയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ 25 മുതലായിരുന്നു കലാജാഥകൾ നടന്നു വന്നിരുന്നത്. ജില്ലാ തലത്തിൽ നടന്നു വന്നിരുന്ന കലാജാഥയ്ക്ക് അടിമാലിയിൽ സ്വീകരണം നൽകി. തെരുവ് നാടകം, സംഗീത ശില്പം, സ്കിറ്റ് എന്നിവയാണ് കലാജാഥയിലൂടെ അവതരിപ്പിക്കുന്നത്. മലയാള നാടു വളർന്നു, കനൽ വഴികൾ താണ്ടി വളർന്നു. കണകഴുകി താളം കൊട്ടി, മലകൾ മുലപ്പാല് ചുരത്തി. മലയാള നാടു വളർന്നു, കനൽ വഴികൾ താണ്ടി വളർന്നു. ജീവനക്കാർ തന്നെയാണ് കലാപ്രകടനങ്ങൾ അവതരിപ്പിക്കുന്നതും പിന്നണിയിൽ പ്രവർത്തിക്കുന്നതും. നഗര ഗ്രാമ വീഥികളിലൂടെയാണ് കലാജാഥയുടെ പര്യടനം. അടിമാലിയിൽ ഹിൽഫോർട്ട് ജംഗ്ഷനിലായിരുന്നു സ്വീകരണം ഒരുക്കിയത്. കലാജാഥയ്ക്ക് സ്വീകരണം നൽകുവാൻ നിരവധി പ്രവർത്തകർ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനഹൃദയങ്ങൾ കീഴടക്കി NGO യൂണിയൻ കലാജാഥയുടെ ഇടുക്കി ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി. 25-ന് കുമളിയിൽ ഉദ്ഘാടനം ചെയ്ത ജാഥ ജില്ലയിലെ 13 കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി തൊടുപുഴയിൽ സമാപിച്ചു. ആം ആദ്മി പാർട്ടി തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സപ്ലൈകോ സ്റ്റോറിന് മുമ്പിൽ സായാഹ്ന ധർണ നടത്തി. ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജേക്കബ് മാത്യു ധർണ ഉദ്ഘാടനം ചെയ്തു. മലയോര ജനതയുടെ ജീവിക്കുവാനുള്ള അവകാശങ്ങളിൽ കടന്നു കയറരുതെന്ന് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ. കോതമംഗലത്ത് നടന്ന ബഹുജന റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. യുവജനതയുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുന്നതിന് യൂത്ത് പാർലമെന്റ് പോലുള്ള പരിപാടികൾ വളരെ നല്ലതാണെന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. BJP വണ്ണപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമവും പ്രതിഭകളെ ആദരിക്കലും ആശയ സംവാദവും സംഘടിപ്പിച്ചു. കുടുംബ സംഗമം PC ജോർജ് ഉദ്ഘാടനം ചെയ്തു.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.